പാലക്കാട് കരിമ്പയിൽ വാഹന അപകടമുണ്ടായ സ്ഥലത്ത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതും ഹൈവേ ആണ് ചെയ്യുന്നത്. കാരണം അത് ഈ കുഴപ്പമില്ല, ഹൈവേ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന് ഉപയോഗിക്കാതെ, കാരണം പടി കയറി അപ്പുറത്തിറങ്ങുന്ന സംസ്കാരം നമ്മൾ മലയാളികൾക്ക് അതിൻ്റെ കുഴപ്പമുണ്ട്. ഈ സാധനം 1.5 കോടി ചെലവഴിച്ചാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. പക്ഷേ ആരും തന്നെ ജംഗ്ഷനുകൾ ആരും തന്നെ അത് ഉപയോഗിക്കും. എല്ലാ സ്ഥലത്തും നമുക്ക് പോയി പരിശോധിക്കും. ഹൈവേയിലെല്ലാം ഈ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും കയറി ഇറങ്ങുന്നില്ല. ലിഫ്റ്റാണെങ്കിൽ ഒരു പക്ഷേ ഫുട്പാത്തിലാണെങ്കിൽ ഇതേപോലെ ഓവർ ബ്രിഡ്ജിൻ്റെ ഫുട്പാത്തിൻ്റെ ജംഗ്ഷൻ എത്തുമ്പോൾ ഫുട്പാത്താണ് KSTP കൂടുതൽ ചെയ്യാറുണ്ട്. ഹൈവേക്കാരോട് സംസാരിക്കുമ്പോൾ അതിന് പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കുക ഈ ജംഗ്ഷനിൽ ഒരു ഫുട്പാത്തിൻ്റെ കൈവരി അതിന് പെട്ടെന്ന് എടുത്ത് ചാടായിരിക്കും. കാരണം നമ്മുടെ റോഡിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ചാടുന്നത് മുകളിൽ നിന്ന് വണ്ടിക്ക് ഒരു പോലീസിന് 2 പേര് രാവിലെ വൈകിട്ട് വന്നിട്ടാണ് മക്കളെ കടത്തിയത്. ഒരു നേരം ഇല്ലാതെ ഞാൻ മക്കൾ വണ്ടി മേളിൽ കൂടെ ഒരു ഓവർബ്രിഡ്ജ് വെച്ചാൽ ആരും കയറും. അതേമാതിരി ഡിവൈഡർ കൊടുത്ത് ഹൈവേ അതോറിറ്റിക്കാർ ചോദിക്കട്ടെ. അവർ പൈസ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 കോടി രൂപയായാലും ശരിയല്ലേ. ഞാൻ അപകട സിഗ്നലുകളൊക്കെ ഒന്ന് സ്ഥാപിക്കാൻ മുന്തൊരു ഇതേ വിഷയം അവർ ഉന്നയിച്ചു. മുന്നൂറ് ഞാൻ കണ്ടിരുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവർ പറയുന്ന ഒരു റൗണ്ട് ആക്കി കൊടുക്കണം, ഒരു യെല്ലോ ലൈറ്റ് വേണം. ആ ഫ്ലിക്കർ ലൈറ്റൊക്കെ അനുവദിച്ചത് അതൊന്നും കുഴപ്പമില്ല. ഇതുവരെ ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നിയാൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് അറിയുന്നതിന്